പേരുള്ള കുന്നിന്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്ക് 2 വഴികളുണ്ട്. പഴനി ക്ഷേത്രത്തിലുള്ള എല്ലാ വഴിപാടുകളും ഇവിടെയും ചെയ്യുന്നുണ്ട്. ഈ നടപ്പന്തലിലൂടെ തമിഴ് ശൈലിയിൽ നിർമ്മിച്ച കൊത്തുപടികളോട് കൂടിയ ഒരു ക്ഷേത്രം. ഈ വഴി ഇറങ്ങി പോയാൽ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മലബാറുകാരുടെ പഴനിമല എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം ഇവിടെയുണ്ട്. ആ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. ആ ക്ഷേത്രവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ക്ഷേത്രത്തിലേക്ക് പോകാം. എല്ലാവരും വരും. കോഴിക്കോട് ജില്ലയില് മെഡിക്കൽ കോളേജ് മാവൂർ റോഡിലുള്ള വെളിപറമ്പിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. മയിലാടുംകുന്ന് എന്നു പേരുള്ള കുന്നിന്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മേൽപ്പളനി ശ്രീ ജ്ഞാനദണ്ഡായുധപാണി ക്ഷേത്രം, അതാണ് ഈ ക്ഷേത്രത്തിന്റെ പേര്. ക്ഷേത്രത്തിലേക്ക് 2 വഴികളുണ്ട്. തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തില് നമ്മൾ കാണുന്നത് പോലെ ഈ ക്ഷേത്രത്തിലും താഴെ നിന്നും സ്റ്റെപ്പുകൾ കയറി കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിലേക്ക് എത്താം. ഇങ്ങനെ പോകാൻ പ്രയാസമുള്ളവർക്ക് വണ്ടിയില് റോഡ് മാർഗവും പോകാം. ഞങ്ങളിപ്പോൾ റോഡ് മാർഗമാണ് പോകുന്നത്. കാടിനുള്ളിലൂടെയുള്ള സ്റ്റെപ്സും ആ വഴിയും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടി മലമുകളിലേക്ക് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗേറ്റിനടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. 500 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. പഴനി ക്ഷേത്രത്തിലുള്ള എല്ലാ വഴിപാടുകളും ഇവിടെയും ചെയ്യുന്നുണ്ട്. വഴിപാടുണ്ടെങ്കിൽ വഴിപാട് ഷീട്ടാക്കിയിട്ട് ഈ നടപ്പന്തലിലൂടെ ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് എത്താം. സർപ്പക്കാവും ശിവപാർവതി പ്രതിഷ്ഠയും അയ്യപ്പ ക്ഷേത്രവും ഒക്കെ ഇവിടെ ഉപപ്രതിഷ്ഠകളായിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി പാടില്ല എന്ന ബോർഡ് ആദ്യം തന്നെ കണ്ടു. അതുകൊണ്ട് ഉള്ളിലെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പുറത്തുള്ള വീഡിയോസ് ഒക്കെയാണ് കൂടുതലായിട്ടും എടുത്തിട്ടുള്ളത്. കളർഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചർ, തമിഴ് ശൈലിയിൽ നിർമ്മിച്ച കൊത്തുപടികളോട് കൂടിയ ഒരു ക്ഷേത്രം. മെയിൻ പ്രതിഷ്ഠയുള്ള മുരുകൻ ക്ഷേത്രത്തിലും ഉപപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലുമെല്ലാം ഞങ്ങൾ പോയി തൊഴുതു. വേൽമുരുകനുള്ള അഭിഷേകവും പൂജകളും ഒക്കെ നമുക്ക് കാണാനും കഴിയും. ഇങ്ങോട്ട് സ്റ്റെപ്പ് കയറിയിട്ടും വരാവുന്നതാണ്. സ്റ്റെപ്പ് കയറിയിട്ട് വരുന്ന ഒരു വഴിയാണ് ഈ കാണിക്കുന്നത്. ഇതിലൂടെ താഴേന്ന് സ്റ്റെപ്പ് കയറിയിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് വന്നു ചേരുന്നത്. ഇവിടെ ഇടയിലൊക്കെ കുറേ പ്രതിഷ്ഠകളുണ്ട്. നമ്മൾ പക്ഷെ അവിടേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടല്ലല്ലോ വന്നത്, റോഡ് മാർഗമാണ് വന്നത്. അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നോക്കാം താഴേക്ക്. ഈ സ്റ്റെപ്സ് കാണാനും എന്ത് ഭംഗിയാണല്ലേ. മുകളിൽ കാണുന്നത് ആഞ്ജനേയ ക്ഷേത്രമാണ്. അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി താഴേക്ക് പോയി നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാടും കാട്ടിനുള്ളിലൂടെയുള്ള ഒരു വഴിയും. നല്ല രസമല്ലേ. താഴേക്ക് പോകുന്തോറും കാടിന് കനം കൂടി വരും. ശുദ്ധവായു ഒക്കെ ശ്വസിച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ക്ഷീണം അറിയുന്നുണ്ടാവില്ല. കിതയ്ക്കും കേട്ടോ. എന്തായാലും ഇത് കണ്ടോ, 3 പീഠങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനിയും പ്രതിഷ്ഠകൾ നടത്താനുള്ളതായിരിക്കും. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. മരങ്ങളും പക്ഷികളും പക്ഷികളുടെ ശബ്ദവും എല്ലാം കൂടി സമാധാനമുള്ള ഒരു അന്തരീക്ഷം. ഇന്ന് തിരക്കും വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഇങ്ങനെ ആളില്ലാത്തത്. ഇപ്പോൾ ഞാനും എൻ്റെ കൂടെ വന്ന ടീമും മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ വഴിയുടെ എൻട്രൻസ് ഇവിടുന്ന് കാണില്ല. റോഡ് മാർഗം വരുമ്പോഴും ഈ സ്റ്റെപ്സും വഴിയൊന്നും കാണുന്നില്ല. കുറെ മാറിയിട്ട് പാലാഴി മഠത്തിന്റെ സമീപത്ത് നിന്നാണ് ഈ വഴി തുടങ്ങുന്നത്. ഇതാണ് പാലാഴി മഠം. ക്ഷേത്രത്തിലേക്കുള്ള സ്റ്റെപ്സുകളുടെ തുടക്കവും ഇവിടെ നിന്നാണ്.
ഭാഗത്തേക്കും ഇതുപോലെ സ്റ്റെപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ പൂർത്തിയാവാതെ ഉപേക്ഷിച്ച പോലെ ഉണ്ട്, എന്താന്നറിയില്ല. ഇത് നോക്കൂ, ഈ വഴി ഇറങ്ങി പോയാൽ അവിടെ ഒരു പ്രതിഷ്ഠ കാണാനുണ്ട്. അങ്ങോട്ടൊന്നും ഞാനിപ്പോ ഇറങ്ങി പോകുന്നില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്നൊക്കെ കയറി വന്നു. ഇതാ ഇവിടെയൊക്കെ സ്റ്റെപ്പുകൾ കാണാനുണ്ട്. ഇതൊക്കെ വേറെ ഓരോ വഴിയിൽ ആണ്, കുറച്ചേ ഉള്ളൂ. ഇത് മെയിൻ സ്റ്റെപ്പ് ഇതാ കാണുന്നത് തന്നെയാണ്. ക്ഷേത്ര സമുച്ചയത്തിൽ സായിബാബയുടെ മന്ദിരവുമുണ്ട്, അതാണ് ഈ കാണുന്നത്. കാട്ടിലൂടെ സ്റ്റെപ്പ് കയറി വരുന്നത് നല്ലൊരു അനുഭവമായിരിക്കും. താഴേന്ന് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ സ്റ്റെപ്പ് കയറിയിട്ട് വരാം. കുറേ കയറാനുണ്ട്, പക്ഷെ അത് നല്ലൊരു അനുഭവമായിരിക്കും. ഈ സ്റ്റെപ്സ് കൂടി കയറിയാൽ ക്ഷേത്രമുറ്റത്തുള്ള പാലമരത്തിന്റെ അടുത്തെത്താം. താഴേക്ക് കുറച്ച് ദൂരമൊക്കെ നമ്മൾ ഇറങ്ങിപ്പോയി തിരിച്ചു കയറുകയാണ്. അകലം കുറവുള്ള സ്റ്റെപ്പുകളാണ്, കയറൊക്കെ ചെയ്യാം, ഇറങ്ങാനും പ്രയാസമില്ലാത്തവർക്ക്. പക്ഷെ താഴേന്ന് കയറുമ്പോൾ നല്ലൊരു പ്രയാസം ഉണ്ടായിരിക്കും. ഇവിടെ രാത്രിയിൽ വന്നവർ എൻ്റെ കൂടെ ഉണ്ട്. അവര് പറയുന്നത് രാത്രിയിലെ കാഴ്ച ഇവിടെ നല്ല ഭംഗിയാണെന്നാണ്. നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഈ മുറ്റത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ആളുകളൊക്കെ. തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിലുള്ള പോലെ ചിട്ടകളും പൂജകളും എല്ലാമാണ് ഇവിടെയും ഉള്ളത്. തലമുണ്ടനം ചെയ്യുന്നുണ്ട് ഇവിടെ. ഉത്സവകാലത്ത് ഇവിടെയും കാവടിയാട്ടം ഉണ്ടാകാറുണ്ട്. രാവിലെ 6 മണി മുതൽ 12:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 8:30 വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ഇപ്പോ 9 മണിയായി. ഇവിടെ ചായ ഉണ്ട് എന്നറിഞ്ഞു, ഒന്ന് പോയി നോക്കട്ടെ. ക്ഷേത്രമുറ്റത്ത് നിന്നും നേരെ ഊട്ടുപുരയിലേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഞങ്ങളിപ്പോ വാഷ്റൂമിൽ പോയിട്ട് വന്നതുകൊണ്ടാണ് ഈ വഴിയിലൂടെ പോകുന്നത്. അയ്യോ, എല്ലായിടത്തും ഉണ്ട് കേട്ടോ അങ്ങനെ ശുനകന്മാര് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു പേടിയാണ്. ക്ഷേത്രമുറ്റത്തുനിന്നും ഊട്ടുപുരയിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ, ഈ സ്റ്റെപ്സ് ഇറങ്ങിയിട്ടാണ് വരേണ്ടത്. ഈ ബിൽഡിംഗ് ആണ് ഊട്ടുപുര. വലിയൊരു ഹാളാണ്. ഉത്സവ സമയത്താണെങ്കിൽ കുറെ പേരുണ്ടാവുമല്ലോ, കുറേ പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ് ചായക്കുള്ളത് നോക്കാം. ചായ ഉണ്ട്, പിന്നെ ഉപ്പുമാവ്, പഴം, അച്ചാറ്. ഉച്ചയ്ക്ക് 12:30 പൂജ കഴിയും. അത് കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. രാത്രിയിലും ഭക്ഷണമുണ്ട്. ഉച്ചയ്ക്ക് സദ്യയാണ്, രാത്രിയിൽ കപ്പ, പുഴുക്ക് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ. എനിക്കറിയില്ലേ. ഉപ്പുമാവ് കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല കേട്ടോ, ഉപ്പുമാവും പഴവും ഒക്കെ നല്ല തന്നെയാണ്. സാമാന്യം വലിയ ക്ഷേത്രമാണിത് കേട്ടോ. രാത്രിയിലും പകലും എല്ലാം ഒരേപോലെ ഇവിടെ ആളുണ്ടാവും. ശാന്തമായ ഒരു അന്തരീക്ഷം. മഹാന്മാർ തപസ് ചെയ്ത സ്ഥലമാണിത്. കുന്നിൻ മുകളിലായതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള കാഴ്ചകളും മനോഹരമാണ്. വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടും ഇവിടെ ഉണ്ട്. പഴനി ക്ഷേത്രത്തിന് സമാനമായിട്ട് കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് എന്നത് ഈ അടുത്ത കാലത്താണ് ഞാൻ കേട്ടറിഞ്ഞത്. അന്ന് മുതൽ ഇവിടെ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഇന്നാണ് ആ ആഗ്രഹം സാധിച്ചത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവര് ഇനിയുണ്ടായിരിക്കും ഒരുപാട്. അവർക്ക് ഈ വീഡിയോ ഉപകാരമാവട്ടെ. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.